സൈനികാക്രമണത്തിൽ നയതന്ത്രപരമായി ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിക്ക് പാകിസ്ഥാൻ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണോ എന്നുള്ള ചോദ്യം ഉയരുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് നേരെ ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. വ്യോമപാത അടയ്ക്കും വാഗ അതിർത്തി അടയ്ക്കും ഈ രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. കെ.സി. ഉണ്ണികൃഷ്ണൻ ആ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. പ്രധാനമായും ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികളാണ് ഇന്ത്യ സൈനികമായിട്ട് ഇടപെടുന്നതിന് മുൻപ് നയതന്ത്രപരമായി എടുത്ത തീരുമാനങ്ങൾക്ക് മേൽ പാകിസ്ഥാൻ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്? തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു നയതന്ത്ര രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഈ ഒരു പാകിസ്ഥാൻ പ്രഖ്യാപിച്ച നടപടികളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഇന്ത്യ രാഷ്ട്രീയ സുരക്ഷാകാര്യ സമിതി ചേർന്നിട്ട് കൃത്യമായ രീതിയിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. ആ രീതിയിലുള്ള ചില നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചില നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും അത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ വ്യോമ മേഖല അടയ്ക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കൂടാതെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നതാണ് മറ്റൊരു സുപ്രധാനമായ കാര്യം. കൂടാതെ ഷിംല അടക്കമുള്ള വളരെ പണ്ട് മുതലുള്ള ഒരു കരാറാണ് ഷിംല കരാർ. ആ കരാർ മരവിപ്പിക്കുമെന്നത് പറയുന്നു. കൂടാതെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള വീസ മരവിപ്പിച്ചു. നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നൽകില്ലെന്ന് അറിയിച്ചിരുന്നു. അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ പാകിസ്ഥാനും പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിച്ചു. കൂടാതെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറച്ചിരിക്കുന്നു. 30 നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുന്നു. കൂടാതെ വാഗ അട്ടാര അതിർത്തി പ്രധാനപ്പെട്ട അതിർത്തിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള. അതിൽ വാഗ അതിർത്തി അടയ്ക്കാനുള്ളൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നതാണ് ഈ പാകിസ്ഥാന്റെ ഒരു മറുപടി എന്ന രീതിയിൽ പാകിസ്ഥാന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നിട്ടാണ് ഈ നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായതെന്നും എടുത്തു പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ഇന്ത്യ യോഗം ചേർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ചേർന്നിട്ടാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം കൃത്യമായി തന്നെ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. വളരെ ശക്തമായ നടപടിയിലേക്ക് ഇന്ത്യ കടന്നിരുന്നു ഇന്നലെ. എന്തായാലും അതിൽ ഈ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല, 48 മണിക്കൂറിനകം ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണം എന്നടക്കമുള്ള ഒരു താക്കീതെല്ലാം തന്നെ ഇന്ത്യ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ ഇസ്ലാമാബാദ് ഇത് ഒരു വാർലൈക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ആണ് ഇത് എന്ന് പാകിസ്ഥാൻ പറയുന്നു. ഈ യുദ്ധസമാനമായ അന്തരീക്ഷം ആക്കിയതിന് കാരണം നദീജല കരാർ റദ്ദാക്കിയതാണ് എന്നാണ്. നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ ഒരു രാഷ്ട്രത്തെയാകെ വരൾച്ചയിലേക്ക് നയിച്ചു വിടുന്ന രീതിയിലേക്ക് ഇന്ത്യ ഇടപെട്ടിരിക്കുന്നു. അത് യുദ്ധസമാനമായ അന്തരീക്ഷമാണ് എന്ന് പാകിസ്ഥാൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നടപടികളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം. അതല്ലാതെ ഈ സൈനിക ആക്രമണം, ഈ ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ നടത്തിയതും നിരപരാധികളെ കൊലപ്പെടുത്തിയതും അതടക്കമുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള നയതന്ത്രപരമായ നീക്കം ഇന്ത്യ നടത്തിയതിനെ അല്ല, മറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതിലെ നദീജല കരാർ റദ്ദാക്കിയതാണ്. അത് യുദ്ധസമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ ഈ പറയുന്ന നയതന്ത്ര നടപടികളിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നത്? തീർച്ചയായും ഈ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കരാറാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യം ഈ അട്ടാരി അതിർത്തി അത് പാകിസ്ഥാന്റെ വാണിജ്യ വ്യവസായ മേഖലയെ വളരെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പാകിസ്ഥാന്റെ വാണിജ്യ വ്യവസായ മേഖലയെ ഉലയ്ക്കുന്ന അതിന്റെ നടപടിയെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉലയ്ക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഈ അട്ടാരി അതിർത്തി അടയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാർ പാകിസ്ഥാൻ നിലവിൽ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാന് വെല്ലുവിളി ആയേക്കാനുള്ള ഒരു സാധ്യത കൂടി കാണേണ്ടതുണ്ട്. കൂടാതെ ഈ പാകിസ്ഥാനിലെ കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് സിന്ധു നദി എന്ന് പറയുന്നത്. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ധലം, ചെനാബ് നദികളിൽ നിന്നുള്ള ആ വെള്ളമാണ് കൂടുതലായി അവർ ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ വൈദ്യുതി ഉൽപ്പാദനത്തിലും പാകിസ്ഥാനിലെ വൈദ്യുതി ഉൽപ്പാദനത്തിലും പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ നദികളെയാണ്. എന്തായാലും ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാൻ ഈ രീതിയിലുള്ള മറുപടിയിലേക്ക് കടക്കാനുള്ള ഒരു കാരണമായി തന്നെ കണക്കാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനം പറഞ്ഞ പോലെ തന്നെ
ഈ സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അത് വളരെ നേരത്തെ ഉള്ള ഒരു കരാറാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കരാറ്. അത് പാകിസ്ഥാന്റെ വാണിജ്യ മേഖലയടക്കം കാർഷിക മേഖലയടക്കം വളരെ സാരമായി തന്നെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണെന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായി നദീജല കരാർ റദ്ദാക്കിയതിനെ യുദ്ധമായിട്ട് തന്നെ കണക്കാക്കും എന്ന് പാകിസ്ഥാൻ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ പരമ്പരാഗത രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികരുടെ ആക്രമണങ്ങൾ, ബോംബാക്രമണങ്ങൾ, അതിർത്തി കടന്നുള്ള പ്രത്യാക്രമണങ്ങൾ എന്നത് മാത്രമല്ല എന്ന് പുതിയ കാലഘട്ടത്തിൽ യുദ്ധം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ആക്രമണം, അത് യുദ്ധമായിട്ട് മാറാം, അതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉക്രൈനിലാകട്ടെ അല്ലെങ്കിൽ ഗാസയിൽ പ്രത്യേകിച്ചും ആക്രമണങ്ങൾ, രക്തരൂഷിതമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദൂര പ്രദേശങ്ങളിൽ നിന്നുള്ള യുദ്ധമാകുമ്പോൾ, രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലാവുമ്പോൾ അതിൽ ഏറ്റവും അധികം വ്യാപാര ബന്ധങ്ങൾ, നദീജല കരാറുകൾ, ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ നടക്കും. അവ റദ്ദ് ചെയ്യപ്പെടുന്നതിലൂടെ യുദ്ധം തന്നെയായിട്ട് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും. ആ രീതിയിലാണ് പാകിസ്ഥാൻ വാഗ അതിർത്തി അടയ്ക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിച്ചിരിക്കുന്നത്, വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ത്യയുമായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? ഒരു ജലയുദ്ധം എന്നൊരു പ്രതികരണം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതിന് മറുപടി ഈ നയതന്ത്ര രീതിയിൽ തന്നെയാണ് ഒരു മറുപടി നൽകാനായി പാകിസ്ഥാൻ തെരഞ്ഞെടുത്തതും. എന്തായാലും ഈ ശക്തമായ നടപടികൾ, വിസ അടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കുന്നു, അതുപോലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറക്കുന്നു, ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു നടപടിയായി തന്നെ പാകിസ്ഥാൻ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കൂടാതെ അതിർത്തികൾ അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി. എന്തായാലും ഇന്ത്യ സ്വീകരിച്ച നടപടികൾ അത് പാകിസ്ഥാനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന നദീജല കരാർ തന്നെയാണ്, സിന്ധു നദീജല കരാർ തന്നെയാണ്. ആ കരാറിൽ പ്രധാനമായും പാകിസ്ഥാന്റെ കാർഷിക മേഖലയടക്കം, വൈദ്യുതി അടക്കം, അതിലെല്ലാത്തിനും ആശ്രയിക്കുന്നത് ഈ സിന്ധു നദിയെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം തന്നെ അവിടെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും അത് തന്നെയാണ് പാകിസ്ഥാൻ ഈ നടപടികളിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഷിംല കരാർ അത് മരവിപ്പിച്ചു എന്നുള്ളതാണ്. ഷിംല കരാർ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നേരത്തെ പണ്ട് മുതലുള്ള ഒരു സമാധാന കരാറാണ് ഷിംല കരാർ എന്ന് പറയുന്നത്. ആ കരാർ നേരത്തെ ഒരു നിയന്ത്രണ രേഖയിലടക്കം, അതിർത്തിയിലെ നിയന്ത്രണ രേഖയടക്കം അത് ഇരു രാജ്യങ്ങളും തമ്മിൽ അതൊരു സമാധാന കരാറിലേക്ക് എത്തിയത് ഈ ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും അത് മരവിപ്പിച്ചു എന്നതും ഇതിന് ഭാഗമായി തന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ശക്തമായ നടപടി ഇന്ത്യ സ്വീകരിച്ചു. അതിനൊരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനും ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം ജലയുദ്ധം എന്നൊരു കാര്യം തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. അതിന് നയതന്ത്ര രീതിയിൽ തന്നെ ഇന്ത്യ ഏത് രീതിയിലാണോ നടപടി സ്വീകരിച്ചത് അതിനൊരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് പാകിസ്ഥാനും ഇത്തരത്തിൽ പ്രഖ്യാപനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എം എസ്